ഇതെന്താ സ്കൂളിലത്തെ കുട്ടികളും ടീച്ചറൊക്കെ ഈ വൈക്ക്? ഇപ്പൊക്കെ പുതിയ പുതിയ മോഡൽ പഠിപ്പുകളല്ലേ. ഇതിനിപ്പോ എന്താണാവോ? എപ്പൊ നോക്കിയാലും കട്ടക്കരിപ്പിൽ നിൽക്കണ കുരിശ് ടീച്ചർക്കൊക്കെ നല്ല ചിരിയാണല്ലോ. എന്താ ടീച്ചറേ ഈ വഴി? നിങ്ങൾ അറിഞ്ഞില്ലേ? എന്തറിഞ്ഞില്ലേന്നാ? ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ കുരിശ് ടീച്ചറാ. വെറുതെ അല്ല ടീച്ചറും കുട്ടികളും ഒക്കെ പാടെ വന്നിക്കണതില്ലേ. നിങ്ങള് ജയിച്ചിട്ടിപ്പോ ഞങ്ങക്ക് വല്ല കാര്യം ഉണ്ടാകുവോ? അത് പിന്നെ പാടത്തെ പണിക്ക് പോയാ ചളി തന്നെയല്ലേ ആവുക മേല്. ഇമാതിരി പൊട്ടത്തികളൊക്കെ സ്ഥാനാർത്ഥിയാക്കിയാലേ ഇതല്ലതിലപ്പുറം പറയും. തല ഇങ്ങോട്ട് കാട്ടു കൊച്ചേ, നിന്നെ കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് ആ തുണിയെല്ലാം കഴുകിയിടാൻ. അമ്മേ അങ്ങോട്ട് നോക്ക്, എന്റെ സ്കൂളിലെ ടീച്ചറും കുട്ടികളും ഒക്കെ വരുന്നു. ഇതെന്താ ഇവരെല്ലാം പാടെ ഇങ്ങോട്ട്? ചേച്ചി അറിയില്ലേ? പിന്നെ സ്കൂളിലെ ടീച്ചറല്ലേ, ധാരാളം അറിയും. അതൊക്കെ നമ്മൾ ഏറ്റവും എന്ത് പണിയാ ചേച്ചി നിങ്ങൾ കാട്ടുന്നത്? ഇതൊക്കെ എന്നോട് വാക്ക് പറഞ്ഞാ പോരെ, ഞാൻ ചെയ്തേരൂലേന്ന്. എന്താ എന്താ ടീച്ചറേ? ഇങ്ങോട്ട് നോക്കിയേക്കാ, എത്രങ്ങാനും തുണികളെ തിരുമ്പാന്. ഇതൊക്കെ പാടാ അന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമോ? ഇത് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കണ്ടെന്ന് ഞങ്ങൾ തിരുമ്പി തരുന്നതൊക്കെ. അല്ലേ തങ്കി ടീച്ചറേ? അത് പിന്നെ ടീച്ചറേ ഇത്രക്കൊന്നും വേണ്ട. അങ്ങനെയൊക്കെ ചെയ്തെടുത്താലുള്ളൂ ഐറ്റൊന്നും നമുക്ക് വോട്ട് ചെയ്യുള്ളൂ. ഈ തുണിയേക്കാളും വലുതല്ലേ നമുക്ക് വോട്ടിന് ജയിക്കാന്നുള്ളത്. ഇന്നാലും ടീച്ചറെ ഇതൊക്കെ തീർന്നിട്ട് എപ്പോഴായാലും വേണ്ടിയില്ല. മോന്റെ അണിന് മുന്നേ പെരി കെട്ടിയാ മതിയല്ലോ. തങ്കി ടീച്ചർ ഉഷാറാകെ, ഈ പെരിയിലെ 3-4 വോട്ടുള്ളതാ, അത് വെറുതെ കളയണ്ട. ചേച്ചി നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈ തുണികളൊക്കെ ഞാന് നല്ലോണം നിവർത്തി തോരിയിട്ടത് തരാം. ഞങ്ങൾ ഇതൊക്കെ അലക്കിയിട്ട് തരാം.
വിധവാ പഞ്ചായത്തോ? എല്ലാ വിധവകൾക്കും പെൻഷൻ നൽകുന്ന പഞ്ചായത്താക്കിയില്ലേന്നാണ് ടീച്ചർ ഉദ്ദേശിച്ചത്. അത് കറക്റ്റ്. അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഇജ്ജ് ആ ചൂല് ഇങ്ങട് കാട്ടിക്കാം. ഇജ്ജ് ഇന്നിങ്ങട് ജയിപ്പിച്ചാദ്യം. എന്നിട്ടേ പെരീത്തെ പണി മുഴുവന് ഭർത്താക്കന്മാരും കൂടെ അങ്ങട് ചെയ്യിപ്പിച്ച. അതിനുള്ള വജ്ജൊക്കെ ഉണ്ടെന്ന്. ഈ സത്യോ? സത്യന്ന്. അതിനുള്ള വകുപ്പൊക്കെ അമ്മക്ക് ഉണ്ടാക്കാന്ന്. എന്നാലേ ഇന്റെ ഒട്ട് എന്തായാലും ഇന്നത്തെ തന്നെയാണ് കൊച്ചു ടീച്ചറെ. അയ്യോ, അപ്പൊ അച്ഛന്റെ കാര്യം അതാ പോവാ. സുൽഫിക്കറേ, എന്താ പാൽക്കുട്ടിയെ? അച്ഛനോട് എന്തായാലേ കൊച്ചു ടീച്ചർക്ക് വോട്ട് ചെയ്യണ്ടെന്ന് പറയാ. അതാ അച്ഛന് നല്ലത്. അത് ശരിയാ, വല്യാപ്പാനോടും പറയണം. അതെ അതെ, അല്ലെങ്കിൽ അച്ഛന്റെ എല്ലാവരുടെയും കാര്യം കഷ്ടത്തിലാകും. ഇച്ചാലോചിക്കാൻ കൂടി വെച്ച ഇന്റെ വല്യപ്പ വന്നിട്ട് അടുക്കളയിൽ പാത്രം മൂർന്നത്. രുചിയായിട്ട് നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കും? അച്ഛന് വല്ല പാചകം അറിഞ്ഞിട്ട് വേണ്ടേ? അതെ അതെ പാൽക്കുട്ടിയെ, നമ്മൾ വല്ലാത്തൊരു കുഴപ്പത്തിക്കാ പോണത്.